അങ്ങ് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? രാവേറെ ചെന്നല്ലോ, കിടക്കുന്നില്ലേ? ഉറങ്ങാൻ കഴിയുന്നില്ല ദേവരാജ. മനസ്സിന് വല്ലാത്ത ഭാരം, താങ്ങാനാകാത്ത കുറ്റബോധം. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ താമ്പൂല ജ്യോത്സ്യത്തിൽ കളവ് പറയുന്നത്. ദേവരാജ, എന്താ ഗുരു? നീ താമ്പൂല ജ്യോത്സ്യം പഠിക്കാൻ വേണ്ടി നമ്മോടൊപ്പം കൂടിയിരിക്കുന്ന ശിഷ്യനാ. കളവായി ഫലം പറഞ്ഞ ഗുരുവിനോട് നിനക്ക് പുച്ഛം തോന്നുന്നില്ലേ? ഇല്ല ഗുരു, വിവാഹപ്രായം കഴിഞ്ഞ 2 പെൺകുട്ടികളുടെ ആഗ്രഹ സഫലീകരണത്തിനല്ലേ അങ്ങത് ചെയ്തത്. അതോർത്ത് അങ്ങ് വിഷമിക്കണ്ട. എന്തോ വല്ലാത്ത കുറ്റബോധം എന്നെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങ് ദയവായി പോയി കിടക്കൂ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ഇല്ല ഇല്ല, ഞാൻ കള്ളപ്രവചനം നടത്തിയിട്ടില്ല. ഞാൻ ആരെയും കള്ളിയാക്കിയിട്ടില്ല. ഞാൻ പണം വാങ്ങിയിട്ടില്ല. നാഗങ്ങൾ പണം വിടർത്തി ആടുന്നല്ലോ. എന്നെ ദംശിക്കാനാണോ ഭാവം? അത് നാഗങ്ങൾ പണം വിടർത്തുന്നതല്ല, വെറ്റിലകൾ അന്തരീക്ഷത്തിൽ ആടിക്കളിക്കുന്നതാ. താമ്പൂല ജ്യോതിഷിയുടെ മുന്നിൽ വെറ്റിലകൾ പാമ്പിൻ പണം പോലെ ആടുന്നത് അശുഭ ലക്ഷണമല്ലേ? വെറ്റില ഞരമ്പുകൾക്കൊക്കെ കറുത്ത നിറം. ദേഹണ്ണക്കാരി ശ്രീകോവിൽ അശുദ്ധമാക്കിയിട്ടില്ലെന്നാരാ പറഞ്ഞത്? അവൾക്ക് ദൈവകോപമുണ്ട്. ഞാൻ പൊളി പറഞ്ഞിട്ടില്ല. ഇല്ല 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 ഇല്ല. ഗുരു, ഗുരു, ആരാ ആരാ നീ? അങ്ങയുടെ ശിഷ്യൻ ദേവരാജൻ. ദേവരാജനോ അതോ ദേവേന്ദ്രനോ? താമ്പൂലത്തിൽ നോക്കി വ്യാജഫലം പറഞ്ഞതിന് എന്നെ ശിക്ഷിക്കാമെന്നാണോ നീ? ഗുരു, ഇങ്ങനെ വേവലാതിപ്പെടാതെ, ഭയക്കാതെ. അങ്ങേക്ക് ആപത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിന് ധൈര്യം കൊടുക്കൂ ഗുരുനാഥ. അറയിലെങ്ങും വെറ്റിലകൾ. അവ വിഷമുള്ള പാമ്പുകളുടെ ഫണങ്ങളാണ്. എന്നെ കൊല്ലാൻ അറ നിറയെ പാമ്പുകൾ. എനിക്ക് രക്ഷപ്പെടണം. ഗുരു, എന്നെ തൊട്ടുപോകരുത്. നീ ഒറ്റുകാരനാ. ഞാൻ സത്യം വിളിച്ച് പറഞ്ഞിരിക്കും. പാമ്പിനെ ഒക്കെ തുരത്തി വിടുക. ഗുരുനാഥ, ഇങ്ങനെ പിച്ചും പേയും പറയാതെ. എല്ലാം അങ്ങയുടെ തോന്നലുകളാണ്. ഈ അറയിൽ ഒരു പാമ്പുകളും വന്നിട്ടില്ല. ഇല്ലേ? ഇല്ല. അങ്ങ് കിടന്നാലും ഞാൻ കൂട്ടിരിക്കാം. കിടന്നാലും അങ്ങനെ. താമ്പൂല ജ്യോതിഷത്തിൽ മായം കലർത്തരുത്. തിരിഞ്ഞു കൊത്തിയിരിക്കും. അങ്ങ് സമാധാനമായി കിടന്നുറങ്ങിയാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങുന്നേ, മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കിയ വകയിൽ
നല്ലൊരു സംഖ്യ ശിവകാമിയും മണിമേഖലയും തന്നു. ഭൈരവിയും തന്നു തെറ്റില്ലാത്തൊരു തുക. അതിനെന്താ? അതിന്റെ വിഹിതം നിനക്കും വളർമതിക്കും നാം നൽകിക്കഴിഞ്ഞല്ലോ. അതെ, ഇനി മീനാക്ഷി അശുദ്ധമാക്കിയ ശ്രീകോവിലിൽ ഒരു ശുദ്ധികലശ കർമ്മം നടത്തണ്ടേ? വലിയൊരു സംഖ്യ മഹാരാജൻ അനുവദിക്കുമല്ലോ. ശുദ്ധികലശം നടത്തണം ഗുണാള. അതുവഴി നല്ലൊരു തുക നമുക്ക് വസൂലാക്കുകയും വേണം. നാം ഉടനെ മഹാരാജാവിന് മുഖം കാണിക്കുന്നുണ്ട്. അങ്ങുന്നേ, നമസ്കാരം അങ്ങുന്നേ. ഞാൻ അങ്ങേ കാണാൻ ഇറങ്ങിയതാ. അതിനു മുമ്പ് അങ്ങ് നാളെ മറന്നുപോയോ? ക്ഷേത്രത്തിൽ താമ്പൂല ജ്യോത്സ്യം നോക്കിയ ജ്യോത്സ്യരുടെ ശിഷ്യൻ ദേവരാജൻ. ഓ, ഓർക്കുന്നു. എന്താ ദേവരാജ? ക്ഷേത്രത്തിൽ താമ്പൂല പ്രശ്നം വെച്ച ശേഷം ജ്യോത്സ്യരുടെ സമനില തെറ്റിയിരിക്കുക. സമനില തെറ്റിയെന്നോ? അതെ, രാത്രിയിൽ ഉറക്കമില്ല. വെറ്റിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് എന്തൊക്കെയോ പിച്ചുമ്പേയും പറയുന്നു. ഇന്നലെ രാത്രി അദ്ദേഹം അറ തുറന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. തടയാൻ ശ്രമിച്ച എന്നോട് ഒരു നാളും പതിവില്ലാത്ത രീതിയിൽ ദേഷ്യപ്പെട്ടു. തല്ലാൻ ശ്രമിച്ചു. പണം എണ്ണിക്കൊടുത്ത് വ്യാജ പ്രവചനം നടത്തിച്ചതാണെന്നുള്ള സത്യം അദ്ദേഹം വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ജ്യോത്സ്യൻ എവിടെയാണ്? അറയിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഈ വിവരം അങ്ങേ അറിയിക്കാനാണ് ഞാൻ തിരക്കിട്ട് വന്നത്. ഒരു കാരണവശാലും ജ്യോത്സ്യനെ പുറത്തുവിടാൻ അനുവദിക്കരുത്. നീ എപ്പോഴും അയാൾക്ക് കാവലുണ്ടാവണം. ശരി അങ്ങുന്നേ. പോയിക്കോ. അങ്ങുന്നേ, ഭഗവാൻ ഇല്ലാത്ത കോപം ഉണ്ടെന്ന് വരുത്താൻ ജ്യോത്സ്യനെ സ്വാധീനിച്ച് വ്യാജഫലം പറയിച്ചതാണെന്ന് പുറത്തറിഞ്ഞാൽ ഈ സംഭവത്തിന്റെ പേരിൽ അങ്ങനെ കാരാഗ്രഹത്തിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരും. പ്രതിവിധി ഉടനെ ചെയ്യണം അങ്ങുന്നേ. വേണ്ടി വന്നാൽ ആ ജ്യോത്സ്യന്റെ കഥയങ്ങ് കഴിച്ചേക്കണം. വരണമങ്ങുന്നേ, നമുക്ക് ഒരു പരിഹാരം കൂടി ആലോചിക്കാം. വള്ളിയമ്മേ, എന്താ മീനാക്ഷി ഇത്ര തിടുക്കത്തില്? ഒരു കാര്യമുണ്ട് വസുമതി. എന്താ മീനാക്ഷി? അമ്മേ, ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന 2 നാട്ടുകാരെ ഞാൻ ഇപ്പോ വഴി വെച്ച് കണ്ടിരുന്നു. അവരിൽ നിന്ന് ഞാൻ ഒരു വിശേഷം അറിഞ്ഞു. എന്താ? താമ്പൂല പ്രശ്നം നടത്തിയ ജ്യോത്സ്യന്റെ സമനില തെറ്റിയിരിക്കുന്നു. തൃക്കടയൂരപ്പൻ ഒട്ടും തന്നെ അവധി വെക്കാതെ തിരിച്ചടി കൊടുത്തു. ഞാൻ എന്താ പറഞ്ഞത് ചേച്ചി? ഗുണാളനും വളർമതിയും കൂടിയാ നിവേദ്യ സാധനങ്ങൾ അശുദ്ധമാക്കിയത്. അതിന് കരികാലന്റെ ഒത്താശയോ ഉണ്ടായിരുന്നു. മീനാക്ഷി, നിന്റെ അവസ്ഥ ഓർത്താണ് എന്റെ മനസ്സ് ഇപ്പോഴും നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തു സഹിക്കാം? മീനാക്ഷിയെ പോലെ ദൈവം പ്രത്യക്ഷത്തിലുള്ള ഒരുവൾ ഭഗവാന്റെ നിവേദ്യ സാമഗ്രികൾ മനഃപൂർവ്വം അശുദ്ധമാക്കിയെന്ന അപഖ്യാതി സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ജ്യോത്സ്യന് ഭ്രാന്തായെങ്കിൽ അയാളിനി യഥാർത്ഥ കുറ്റവാളി ആരെന്ന് വിളിച്ചു കൂവിക്കൊണ്ടു നടക്കും. മീനാക്ഷി നിരപരാധിയാണെന്നും. മതിയമ്മേ, ആശ്വാസായി. പൂങ്കൊടി പറഞ്ഞതുപോലെ തൃക്കടയൂരപ്പൻ എന്നെ കാര്യമായി ഒന്ന് പരീക്ഷിച്ചതാണ്. ഇനി അധികാരി നമ്മളെ എല്ലാരെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിലും വേണ്ടില്ല. മീനാക്ഷിക്ക് ദൈവകോപം ഉണ്ടായിട്ടില്ലെന്ന് മാലോകരറിയുമല്ലോ. ആശ്വാസം. ജ്യോത്സ്യന് ഭ്രാന്തായെന്ന് അധികാരിയും കൂട്ടരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവര് നെട്ടോട്ടത്തിലായിരിക്കും. ഓടട്ടെ. അമ്മേ, തൃക്കടയൂർ ക്ഷേത്ര കവാടം വരെ ഒന്ന് പോകണം. പുറത്തു നിന്ന് തൊഴുതു പ്രാർത്ഥിച്ച് എനിക്ക് ഭഗവാനോട് നന്ദി പറയണം. ആ ജ്യോത്സ്യന്റെ അനന്തര നീക്കങ്ങൾ എന്താണെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞിട്ട് പോകാം. എന്താ? ശരി അമ്മേ.
ദൈവകോപം ബാധിച്ചവളെന്ന വാർത്ത പരക്കുന്നതോടെ മീനാക്ഷി ഈ നാട്ടിൽ നിന്നും എന്നേക്കുമായി കെട്ടിപ്പേറി പോകുമെന്നായിരുന്നു നമ്മളൊക്കെ ആശ്വസിച്ചിരുന്നത്. താമ്പൂല പ്രശ്നം വെച്ച ജ്യോത്സ്യർക്ക് ഭ്രാന്ത് പിടിച്ചതോടെ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. പണം കൊടുത്ത് സ്വാധീനിച്ച് ജ്യോത്സ്യനെ കൊണ്ട് കളവ് പറയിപ്പിച്ചത് നമ്മളാണെന്നറിഞ്ഞ നമ്മൾ ഇരുവരും കുടുങ്ങിയത് തന്നെ. ഇനിയിപ്പോ ഈ അവസ്ഥ മറികടക്കാൻ എന്താ ഒരു പോംവഴി? അല്ല, നാത്തൂമാരറിഞ്ഞോ വിശേഷം? താമ്പൂല പ്രശ്നം വെച്ച ജ്യോത്സ്യന് ഭ്രാന്തായത്രേ. മീനാക്ഷി ദൈവകോപത്തിനിരയായി എന്ന് പറഞ്ഞു നടന്ന നാത്തൂന്മാർക്കാവും ഇനി ദൈവകോപം. ജ്യോത്സ്യന് ബാധിച്ച ഭ്രാന്ത് നിങ്ങൾക്കും ഉണ്ടായിക്കൂടുന്നില്ല. ഞങ്ങൾ ഭ്രാന്ത് എടുത്ത് അട്ടഹസിച്ച് വിളിച്ചു കൂവി നടക്കുന്നത് കാണാനാണോ നീ വന്നത്? അയ്യോ അല്ലേ, ദൈവചൈതന്യമുള്ള മീനാക്ഷിയോട് ഏറ്റുമുട്ടാൻ പോകരുതെന്ന് പല തവണ രണ്ടുപേർക്കും മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ് ഞാൻ. അപ്പോഴൊക്കെ എന്നെ പരിഹസിച്ചില്ല നിങ്ങള്. ഇപ്പോഴെന്തായി? ഭ്രാന്തെടുത്ത ജ്യോത്സ്യൻ സത്യം വിളിച്ചു പറഞ്ഞാൽ ആ വാർത്ത രാജസമക്ഷം വരെ എത്താം. ഇതുവരെ രാജാവിന്റെ അപ്രീതിക്ക് പാത്രമാവാതെ രക്ഷപ്പെട്ട് കഴിയുന്ന നിങ്ങള് ഈ പ്രവൃത്തി മൂലം രാജസമക്ഷത്തെത്തിയാൽ എന്തായി കഥ? അങ്ങനെ എത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. മീനാക്ഷിയും പച്ചേമാൽ ജ്യേഷ്ഠനെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുക. ചേച്ചി മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുക. എന്നെയും ശിവകാമിയെ ഒന്നിപ്പിക്കുക. അല്ലാതെ മീനാക്ഷിയെ തകർക്കാൻ നടന്നാൽ സ്വയം തകർന്ന് തരിപ്പണമായി പോവും. സൂക്ഷിച്ചോ. ഭഗവാനെ തൃക്കടയൂരപ്പ, ശക്തിമൂർത്തെ, മഹാപരാധം ചെയ്തുപോയി. അടിയനോട് പൊറുക്കണേ, മാപ്പ് തരണേ ഭഗവാനെ. ചിത്തഭ്രമത്താൽ ക്ലേശിപ്പിക്കാതെ അടിയന്റെ സമസ്ത അപരാധങ്ങളും പുറത്ത് രക്ഷിക്കണേ ഭഗവാനെ. പരീക്ഷിക്കരുതേ കാരുണ്യമൂർത്തെ. ജോത്സ്യരോ? ജോത്സ്യരെ ഇങ്ങോട്ട് കണ്ടിട്ട് കുറേ ആയല്ലോ. ഞാൻ തിരുമേനി ഒന്ന് കാണാമെന്നതാ. ആഹാ, താങ്ങാനാകാത്ത കുറ്റബോധം എന്നെ ചിത്തഭ്രമത്തിന്റെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. ഭഗവാന്റെ സമക്ഷത്തിൽ വന്ന് എല്ലാം അങ്ങയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ മുഴുത്ത ഭ്രാന്തനായി പോവും തിരുമേനി. ജോത്സ്യർ കാര്യം പറയൂ. അങ്ങ് വന്നാലും
തിരുമേനി, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ രഹസ്യമാണ്. നിവേദ്യ സാധനങ്ങൾ അശുദ്ധമാക്കിയത് മീനാക്ഷിയല്ല. ഞാൻ എല്ലാം അങ്ങേക്ക് കാട്ടിത്തരാം. വളർമതി? അതേ തിരുമേനി, വളർമതിയാണ് നിവേദ്യ സാധനങ്ങൾ അശുദ്ധമാക്കിയത്. താമ്പൂല പ്രശ്ന ദിവസം ഞാൻ പ്രവചിച്ചത് വ്യാജഫലമായിരുന്നു തിരുമേനി. ശ്രീകോവിലിൽ ഒരശുദ്ധിയും സംഭവിച്ചിട്ടില്ല. ഭഗവാന് മീനാക്ഷിയോട് അപ്രീതിയില്ലെന്ന് മാത്രമല്ല, തികഞ്ഞ പ്രീതിയും വാത്സല്യവും ഉണ്ടെന്നാണ് അന്ന് തെളിഞ്ഞത്. എന്നിട്ടെന്തുകൊണ്ട് നിങ്ങൾ വ്യാജഫലം പറഞ്ഞു? പറയൂ, ആരാണ് നിങ്ങളെ കൊണ്ട് ആ മഹാ അപരാധം പറയിപ്പിച്ചത്? മേലധികാരി പറഞ്ഞതനുസരിച്ച് ശിവകാമിയും മണിമേഖലയും എന്നെ വന്ന് കണ്ടിരുന്നു. മീനാക്ഷിയെ കുറ്റക്കാരിയെന്ന് വിധിക്കാൻ അവർ ഒരു വലിയ പണക്കിഴിക്കെട്ടും തന്നിരുന്നു. പണത്തോടുള്ള അത്യാഗ്രഹം അനീതി ചെയ്യാൻ പ്രേരിപ്പിച്ചു തിരുമേനി. മാപ്പ് തരണം തിരുമേനി. എന്നോട് മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? ജ്യോത്സ്യനെ ദൈവജ്ഞനെന്ന് വിളിക്കും. നാണയത്തൊട്ടുകൾ മോഹിച്ച് ജ്യോതിശാസ്ത്രത്തിൽ മായം കലർത്തിയ നിങ്ങളാണോ ദൈവജ്ഞൻ? മീനാക്ഷിയെ കുറ്റക്കാരിയാക്കാൻ നിങ്ങൾ വ്യാജഫലം പറഞ്ഞപ്പോൾ 3 ഉത്തമ ഭക്തരാണ് ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. മഹാജ്ഞാനിയായ ജ്യോത്സ്യനല്ലേ? തെറ്റ് ചെയ്താൽ തക്കതായ പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. പോയി പ്രായശ്ചിത്തം ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ താമ്പൂല പ്രശ്നത്തിൽ ഭാവിയിൽ ഒരു സത്യവും തെളിയാൻ പോകുന്നില്ല. പൊയ്ക്കൊള്ളുക. അങ്ങുന്നേ, എന്താണ് അങ്ങുന്നേ ഒരു അസ്വസ്ഥത? ഗുണാളന്റെ വാക്കുകളാണ് നമ്മെ അസ്വസ്ഥനാക്കുന്നത്. നാം കാരാഗൃഹത്തിൽ കിടന്ന് നരകിക്കേണ്ടി വരുമെന്നുള്ള വാക്ക്. അയ്യോ അങ്ങുന്നേ, ഞാനൊരു അഭ്യൂഹം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതിന് അങ്ങനെ എന്തിനാ പേടിക്കുന്നത്? പേടിക്കണം. ഒന്നാമത്, താമ്പൂല പ്രശ്നം പോലെയുള്ള ഗൗരവമായ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നതിന് മുമ്പ് മേലധികാരി രാജാവിന്റെ അനുവാദം വാങ്ങിച്ചിരിക്കണം. നാം അത് ചെയ്തിട്ടില്ല. രണ്ടാമത്, മീനാക്ഷിയുടെ ഭക്തിയുടെ ആഴം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് രാജാവ്. അവളിൽ ദൈവകോപം ആരോപിച്ച് പുറത്താക്കിയതിൽ മേൽശാന്തിക്ക് അതൃപ്തിയുണ്ട്. അയാൾ രാജസമക്ഷം പരാതിപ്പെട്ടാൽ നാം ചോദ്യം ചെയ്യപ്പെടും. ജ്യോത്സ്യനെ വരുത്തി നിജസ്ഥിതി കൂടി രാജാവിന് ബോധ്യപ്പെട്ടാൽ നമുക്ക് സ്ഥാനം നഷ്ടപ്പെടും. കൽത്തുറുങ്കും ഉറപ്പാ. വെറും അർത്ഥമില്ലാത്ത ആശങ്ക. മഹാരാജന്റെ ആത്മാർത്ഥ സുഹൃത്തും വിശ്വസ്തനുമല്ലേ അങ്ങന്ന്? ആ സ്ഥിതിക്ക് കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷേ ജ്യോത്സ്യനെ പണം കൊടുത്ത് സ്വാധീനിച്ച് കളവ് പറയിപ്പിച്ച് വ്യക്തിവൈരാഗ്യം തീർക്കുക
ആ ഗുരുതരമായ കുറ്റത്തിന് രാജാവ് നമുക്ക് മാപ്പ് തരാൻ പോകുന്നില്ല. നമുക്ക് മേൽ രാജകോപം ഉണ്ടാകാൻ പാടില്ല. അതിനിപ്പോ എന്താ മാർഗം? മീനാക്ഷിക്ക് ക്ഷേത്രത്തിൽ കയറാനുള്ള വിലക്ക് നാം പിൻവലിച്ചിരിക്കുന്നു എന്ന് അവളെ അറിയിക്കുക. മീനാക്ഷിയെയും വള്ളിയമ്മയെയും ക്ഷേത്രത്തിൽ വരുത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അങ്ങുന്നനെ പോലെ അത്യുന്നത നിലയിൽ കഴിയുന്ന ഒരു വ്യക്തി ഇത്തിരി പോന്ന മീനാക്ഷിക്കും വള്ളിയമ്മയ്ക്കും മുമ്പിൽ ആ അടിയറവ് പറയാനോ? ലജ്ജാവഹം. നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം മുരയാതിരിക്കാൻ നാം ആരുടെ മുമ്പിലും അടിയറവ് പറയും? മേലധികാരി എന്ന സ്ഥാനമില്ലെങ്കിൽ ഈ കരികാലൻ വെറും ഉറുമ്പുകാലൻ മാത്രം. എത്രയും പെട്ടെന്ന് നമ്മുടെ തീരുമാനം മീനാക്ഷിയെയും വള്ളിയമ്മയെയും അറിയിച്ചിരിക്കണം. മനസ്സിലായല്ലോ? എത്രയും പെട്ടെന്ന്. എത്ര പെട്ടെന്നാണ് ഒരു വലിയ പർവ്വതം വെറും ചിതൽപുറ്റായി പോയത്. സ്ഥാനമാനങ്ങൾ നിലനിർത്താനുള്ള മനുഷ്യന്റെ വ്യഗ്രതയെ എത്രയും പെട്ടെന്ന് മീനാക്ഷിയും കൂട്ടരെയും വിവരം അറിയിച്ചേക്കണം. ഗുണാളന്റെ ശക്തമായ ശുപാർശയാണ് അധികാരിയുടെ മനസ്സ് മാറ്റിയതെന്നും തട്ടിമ വിളിച്ചേക്കാം. മീനാക്ഷി പക്ഷത്തും കിടക്കട്ടെ ഗുണാളനോടൊരു കടപ്പാട്.